ഹായ് ഹലോ എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ LPUP 100 ഡേയ്സ് ചലഞ്ചാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. നമ്മൾ 47ാമത്തെ ദിവസത്തിലാണ് ഇന്ന് നിൽക്കുന്നത്. കെമിസ്ട്രിയിൽ രാസപ്രവർത്തന വേഗത്തെ സ്വാധീനിക്കുന്ന ഘടകങ്ങൾ, ആസിഡുകൾ, ബേസുകൾ, ലവണങ്ങൾ, ഇത്രയും ടോപ്പിക്ക് നമ്മൾ ഈ ഒരു വീഡിയോയിൽ കംപ്ലീറ്റ് ചെയ്യുന്നതാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് നോക്കാം. അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ LPUPക്ക് സ്പെഷ്യലായിട്ടുള്ള വീഡിയോസാണ് നമ്മളിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമ്മൾ 100 ഡേയ്സ് സ്റ്റഡി ടൈം ടേബിൾ നമ്മൾ ആദ്യമേ സെറ്റ് ചെയ്തിട്ടുണ്ട്. 100 ഡേയ്സിലും എന്തൊക്കെ എങ്ങനെ പഠിക്കണമെന്ന് അതിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. ആ വീഡിയോ കാണാത്തവർക്ക് ഫസ്റ്റ് കമൻറ്റായിട്ട് ആ വീഡിയോയുടെ ലിങ്ക് ഞാൻ ഇടുന്നതാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് ഇന്നത്തെ ടോപ്പിക്ക് വേഗം പഠിക്കാം. രാസപ്രവർത്തന വേഗത്തെ സ്വാധീനിക്കുന്ന ഘടകങ്ങളാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ഈ ഒരു ടോപ്പിക്കാണ് ആദ്യത്തേത്. അതിൽ നമുക്ക് ആദ്യം കുറച്ച് കാര്യങ്ങൾ അറിഞ്ഞിരിക്കണം. എന്താണ് അഭികാരകങ്ങൾ? റിയാക്റ്റൻസിൻ്റെ മലയാളമാണ് കേട്ടോ അഭികാരകങ്ങൾ. അഭികാരകങ്ങൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു രാസപ്രവർത്തനത്തിൽ പങ്കെടുക്കുന്ന പദാർത്ഥങ്ങളെയാണ് നമ്മൾ അഭികാരകങ്ങൾ അഥവാ റിയാക്റ്റൻസ് എന്ന് വിളിക്കുക. ഇനി ആ രാസപ്രവർത്തനത്തിൻ്റെ ഫലമായി ഉണ്ടാകുന്ന പദാർത്ഥത്തെയാണ് നമ്മൾ ഉൽപ്പന്നങ്ങൾ അഥവാ പ്രൊഡക്ട്സ് എന്ന് വിളിക്കുക. ഇനി ഈ രാസപ്രവർത്തനത്തെ സ്വാധീനിക്കുന്ന കുറേ ഘടകങ്ങളുണ്ട്. അതിൽ ആദ്യത്തെ ഘടകമാണ് അഭികാരകങ്ങളുടെ സ്വഭാവം. അതായത് രാസപ്രവർത്തന വേഗത്തെ സ്വാധീനിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഘടകം തന്നെയാണ് ഈ അഭികാരകങ്ങളുടെ സ്വഭാവം എന്ന് പറയുന്നത്. അതായത് ഈ റിയാക്റ്റൻസ് അഥവാ അഭികാരകങ്ങൾ ഇപ്പോൾ പൊടിച്ച ഒരു വസ്തുവും പൊടിക്കാത്ത ഒരു ഖരരൂപത്തിലിരിക്കുന്ന ഒരു വസ്തുവും രാസപ്രവർത്തനത്തിൽ ഏർപ്പെടുകയാണെങ്കിൽ അത് പൊടിച്ചിട്ടാണെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി സ്പീഡിൽ രാസപ്രവർത്തനം നടക്കും. ഓക്കെ, അതായത് പൊടിച്ച വസ്തുക്കൾ പൊടിക്കാത്ത വസ്തുക്കളേക്കാൾ ശക്തമായ രാസപ്രവർത്തനത്തിൽ ഏർപ്പെടും. അപ്പോൾ അത് അഭികാരകങ്ങളുടെ സ്വഭാവത്തിന് പെടുന്ന ഒന്നാണ്. ഓക്കെ, ഇനി അടുത്തത് ഗാഢത. ഗാഢത എങ്ങനെയാണ് രാസപ്രവർത്തന വേഗത്തെ സ്വാധീനിക്കുന്നതെന്ന് നോക്കാം. ഈ അഭികാരകങ്ങളുടെ ഗാഢത കൂടുന്തോറും ഈ രാസപ്രവർത്തനത്തിൻ്റെ വേഗത കൂടുകയാണ് ചെയ്യണത്. അതെങ്ങനെയാണ് കൂടുന്നത്? അഭികാരകങ്ങളുടെ ഗാഢത കൂടുമ്പോൾ നമുക്കറിയാം ഒരു നിശ്ചിത വ്യാപ്തം നമ്മൾ എടുത്താൽ അതിൽ തന്മാത്രകളുടെ എണ്ണം കൂടുതലായിരിക്കും. ഗാഢത കൂടാന്ന് വെച്ചാൽ അതിൽ തന്മാത്രകളുടെ എണ്ണം കൂടുതലായിരിക്കും. അങ്ങനെ തന്മാത്രകളുടെ എണ്ണം കൂടുതലുണ്ടാകുമ്പോൾ അതിൻ്റെ ഉള്ളിൽ കൊളീഷൻസ് നടക്കും, അതായത് കൂട്ടിമുട്ടലുകളുടെ എണ്ണം നടക്കും. അങ്ങനെയുള്ള കൂട്ടിമുട്ടലുകൾ തന്മാത്രകൾ തമ്മിൽ ഉണ്ടാകുമ്പോഴാണ് രാസപ്രവർത്തനത്തിൻ്റെ വേഗം കൂടുന്നത്. അപ്പോൾ ഈ കൂട്ടിമുട്ടലുകളെയാണ് നമ്മൾ കൊളീഷൻസ് എന്ന് പറയുക. അപ്പോൾ അതിനെ ഈ പറയുന്ന ഒരു എക്സ്പ്ലനേഷൻ പറഞ്ഞിരിക്കുന്നത് കൊളീഷൻ സിദ്ധാന്തത്തിലാണ്. അപ്പോൾ എന്താണ് കൊളീഷൻ സിദ്ധാന്തം എന്ന് നോക്കാം. കൊളീഷൻ സിദ്ധാന്തത്തിൻ്റെ ഉള്ളിൽ പറഞ്ഞിരിക്കുന്നത് ഒരു രാസപ്രവർത്തനം നടക്കണമെങ്കിൽ ഈ അഭികാരകങ്ങളുടെ അതായത് ഈ റിയാക്റ്റൻസിൻ്റെ കണികകൾ തമ്മിൽ തന്മാത്രകൾ തമ്മിലൊക്കെ കൂട്ടിമുട്ടലുകൾ നടക്കണം. ഓക്കെ, എന്നാൽ എല്ലാ കൂട്ടിമുട്ടലുകളും രാസപ്രവർത്തനം ഇതിലേക്ക് എത്തണം എന്നില്ല. ഒരു നിശ്ചിത അളവിൽ ഊർജ്ജമുള്ള കൂട്ടിമുട്ടലുകൾ നടന്നാൽ മാത്രമാണ് ആ രാസപ്രവർത്തനത്തിൽ നിന്ന് ഉൽപ്പന്നങ്ങൾ അഥവാ പ്രൊഡക്ട്സ് ഉണ്ടാവുള്ളൂ. അപ്പോൾ ഈ ഊർജം ഉണ്ടായിരിക്കണം, അതേപോലെ തന്മാത്രകളുടെ എണ്ണം കൂടുതലും ഉണ്ടായിരിക്കണം. അപ്പോൾ തന്മാത്രകളുടെ എണ്ണം കൂടിയാൽ എന്തുണ്ടാവും? കൂട്ടിമുട്ടലുകളുടെ എണ്ണവും കൂടും. അടുത്തടുത്ത് കുറേ തന്മാത്രകളുണ്ടെങ്കിൽ അവ തമ്മിൽ മൂവ് ചെയ്യുമ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും മൂവ് ചെയ്യുമ്പോൾ കൂട്ടിമുട്ടലുകളുടെ എണ്ണം കൂടും, ഊർജം കൂടും. ഓക്കെ, അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ആ സമയത്ത് രാസപ്രവർത്തനത്തിൻ്റെ വേഗതയും കൂടും. അപ്പോൾ ഗാഢത കൂടിയാൽ രാസപ്രവർത്തനത്തിൻ്റെ വേഗത കൂടും. അടുത്തത് ഖരപദാർത്ഥങ്ങളുടെ പ്രതല പരപ്പളവ്. അത് രാസപ്രവർത്തനത്തെ സ്വാധീനിക്കുന്ന ഒരു ഘടകമാണ്. അതെങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഖരവസ്തുക്കൾ ഉൾപ്പെട്ട ഒരു രാസപ്രവർത്തനത്തിലെ ഒരു പ്രധാന ഘടകമാണ് പ്രതല പരപ്പളവ് എന്ന് പറയുന്നത്. അതായത് ഖരപദാർത്ഥങ്ങളെ നമ്മൾ ചെറിയ കഷ്ണങ്ങളാക്കി മാറ്റുമ്പോൾ അല്ലെങ്കിൽ അത് പൊടിച്ചുപയോഗിക്കുമ്പോൾ നേരത്തെ നമ്മൾ പറഞ്ഞു അല്ലേ, അതിൻ്റെ പ്രതല പരപ്പളവ് കൂടും. അപ്പോൾ കൂട്ടിമുട്ടലുകളുടെ എണ്ണം കൂടും, അതായത് ഇതിലെ തന്മാത്രകൾ കൂട്ടിമുട്ടുന്നതിൻ്റെ എണ്ണം കൂടും. അതുകൊണ്ട് രാസപ്രവർത്തനത്തിൻ്റെ വേഗത കൂടുകയാണ് ചെയ്യണത്. അതിന് ഉദാഹരണം പറയുന്നത് നമ്മളൊരു വലിയ വിറക് കഷ്ണം എടുത്ത് കത്തിക്കുന്നതിനേക്കാൾ എളുപ്പത്തിൽ ആ വിറകിന് ചെറിയ ചെറിയ പീസസ് ആക്കിയിട്ട് ഇട്ടാൽ വേഗത്തിൽ ആ പ്രവർത്തനം, കത്തൽ എന്ന് പറയുന്ന പ്രവർത്തനം നടക്കും അല്ലേ. അപ്പോൾ അതാണ് ഖരപദാർത്ഥങ്ങളുടെ പ്രതല പരപ്പളവ് കൂടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ രാസപ്രവർത്തന വേഗം കൂടും. പ്രതല പരപ്പളവ് കൂട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്താൽ മതി? ആ പദാർത്ഥങ്ങളെ പൊടിക്കുക അല്ലെങ്കിൽ ചെറിയ കഷ്ണങ്ങളാക്കുകയാണ് ചെയ്യുക. ഇനി താപനിലയും രാസപ്രവർത്തന വേഗവും തമ്മിലുള്ള ബന്ധം നോക്കാം. താപനില അതായത് ചൂട് അല്ലേ, ടെമ്പറേച്ചർ
ഇപ്പോൾ രാസപ്രവർത്തനത്തിൽ പങ്കെടുക്കുന്ന തന്മാത്രകൾക്ക് ഒരു നിശ്ചിത അളവ് ഊർജ്ജം ആവശ്യമുണ്ടെന്ന് നമ്മൾ പറഞ്ഞു. എന്നാലാണ് അവർ കൂട്ടിമുട്ടുമ്പോൾ പ്രൊഡക്റ്റ് ഉണ്ടാവുള്ളൂ, ആ രാസപ്രവർത്തനം നടക്കുള്ളൂ ശരിയായിട്ടെന്ന് നമ്മൾ പറഞ്ഞു അല്ലേ. ഒരു നിശ്ചിത അളവ് ഊർജ്ജം അവർക്ക് ഉണ്ടായിരിക്കണം. അപ്പോൾ നമ്മൾ ഈ റിയാക്റ്റൻസിനെ ചൂടാക്കുമ്പോൾ എന്താ സംഭവിക്കുക? ഈ തന്മാത്രകളുടെ ഊർജ്ജം വർദ്ധിക്കും, അതേപോലെ തന്നെ അവയുടെ വേഗതയും ചലന വേഗതയും വർദ്ധിക്കും. അപ്പോൾ താപനില കൂടുമ്പോൾ എന്താ ഉണ്ടാവുന്നത്? ഈ തന്മാത്രകളുടെ എനർജിയുള്ള തന്മാത്രകളുടെ എണ്ണം വർദ്ധിക്കുകയാണ് ചെയ്യണത്. ആ സമയത്ത് കൂട്ടിമുട്ടലുകളുടെ എണ്ണം കൂടുന്നത് കൊണ്ട് തന്നെ രാസപ്രവർത്തനത്തിൻ്റെ വേഗം കൂടുകയും ചെയ്യും. ഓക്കെ, അപ്പോൾ താപനില കൂട്ടിയാൽ രാസപ്രവർത്തനത്തിൻ്റെ വേഗം കൂടും. ഇനി നമ്മളൊരു നിശ്ചിത അളവ് ഊർജ്ജം ആവശ്യമുണ്ടെന്ന് എപ്പോഴും പറയാറുണ്ട് അല്ലേ. ആ നിശ്ചിത അളവ് ഊർജ്ജം എന്ന് പറയുന്നത് ത്രെഷോൾഡ് എനർജി എന്നാണ് നമ്മൾ പറയുക. ആ ത്രെഷോൾഡ് എനർജി ഉണ്ടെങ്കിൽ മാത്രമാണ് കൂട്ടിമുട്ടലുകൾ നടക്കുകയും അതേപോലെ തന്നെ ആ കൂട്ടിമുട്ടലുകളിൽ നിന്ന് രാസപ്രവർത്തനം നടന്ന പ്രൊഡക്റ്റ് ഉണ്ടാവുകയും ചെയ്യാം. ഇനി ഉൽപ്രേരകം എന്ന് വെച്ചാൽ കാറ്റലിസ്റ്റുകളുടെ സാന്നിധ്യം രാസപ്രവർത്തനത്തിൻ്റെ വേഗതയെ സ്വാധീനിക്കുന്നുണ്ട്. അതായത് ഈ കാറ്റലിസ്റ്റ് അല്ലെങ്കിൽ ഉൽപ്രേരകങ്ങൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ സ്ഥിരമായ രാസമാറ്റത്തിന് വിധേയമാകാതെ രാസപ്രവർത്തന വേഗതയിൽ മാറ്റമുണ്ടാക്കുന്ന പദാർത്ഥങ്ങളാണ്. എന്ന് വെച്ചാൽ ഇവരിപ്പോൾ നമ്മളൊരു രാസപ്രവർത്തനത്തിൽ ഈ കാറ്റലിസ്റ്റുകളെ ഇട്ട് കൊടുത്താൽ കാറ്റലിസ്റ്റിന് മാറ്റമൊന്നും സംഭവിക്കില്ല, പക്ഷേ അവിടെ നടക്കുന്നതായ രാസപ്രവർത്തനത്തിൻ്റെ വേഗത വർദ്ധിപ്പിക്കാനും കുറയ്ക്കാനും ഈ ഉൽപ്രേരകങ്ങൾക്ക് സാധിക്കും. അതുകൊണ്ടാണ് അവിടെ പോസിറ്റീവ് നെഗറ്റീവ് എന്ന് ചേർത്തിട്ടുള്ളത്. അതായത് പോസിറ്റീവ് ഉൽപ്രേരകവുമുണ്ട്, നെഗറ്റീവ് ഉൽപ്രേരകങ്ങളുമുണ്ട്. പോസിറ്റീവ് ഉൽപ്രേരകങ്ങൾ എന്തായിരിക്കും ചെയ്യുക? രാസപ്രവർത്തനത്തിൻ്റെ വേഗതയെ വർദ്ധിപ്പിക്കും. അതേസമയം നെഗറ്റീവ് ഉൽപ്രേരകങ്ങൾ രാസപ്രവർത്തനത്തിൻ്റെ വേഗതയെ കുറയ്ക്കുന്നവയാണ്. രണ്ടിനും എക്സാമ്പിൾസ് കൊടുത്തിട്ടുണ്ട്. പോസിറ്റീവ് ഉൽപ്രേരകത്തിന് എക്സാമ്പിൾ വനേഡിയം പെൻഡോക്സൈഡ് ആണ്. നമ്മുടെ സൾഫ്യൂരിക് ആസിഡിൻ്റെ ഉൽപ്പാദനത്തിൽ ഉപയോഗിക്കുന്ന ആസിഡാണ് കേട്ടോ വനേഡിയം പെൻഡോക്സൈഡ്. ഇനി നമ്മുടെ നെഗറ്റീവ് ഉൽപ്രേരകത്തിന് ഉദാഹരണമാണ് ഫോസ്ഫോറിക് ആസിഡ്. ഫോസ്ഫോറിക് ആസിഡിൻ്റെ സൂത്രമാണ് അവിടെ കൊടുത്തിട്ടുള്ളത് H3PO4. അത് നെഗറ്റീവ് ഉൽപ്രേരകത്തിന് ഉദാഹരണമാണ്. അത് ഹൈഡ്രജൻ പെറോക്സൈഡിൻ്റെ വിഘടന പ്രക്രിയയിൽ വേഗത കുറയ്ക്കാൻ ഉപയോഗിക്കുന്ന ഉൽപ്രേരകമാണ് ഫോസ്ഫോറിക് ആസിഡ്. അതുകൊണ്ട് തന്നെ അത് വേഗത കുറയ്ക്കുന്നത് കൊണ്ട് അത് നെഗറ്റീവ് ഉൽപ്രേരകമാണ്. ഇനി നമ്മളിവിടെ കൊടുത്തിട്ടുള്ളത് കുറച്ച് പ്രക്രിയകളും അതിലുപയോഗിക്കുന്ന ഉൽപ്രേരകങ്ങളുടെ പേരുകളുമാണ്. സമ്പർക്ക പ്രക്രിയ എന്ന് പറയും. ഈ സമ്പർക്ക പ്രക്രിയയിൽ ഉപയോഗിക്കുന്ന ഉൽപ്രേരകം വനേഡിയം പെൻഡോക്സൈഡാണ്. സമ്പർക്ക പ്രക്രിയ എന്ന് പറയുമ്പോൾ അത് നമ്മുടെ സൾഫ്യൂരിക് ആസിഡിൻ്റെ ഉൽപ്പാദനമാണ് കേട്ടോ ഈ സമ്പർക്ക പ്രക്രിയ. അതിലുപയോഗിക്കുന്ന ഉൽപ്രേരകം വനേഡിയം പെൻഡോക്സൈഡാണ്. അതുപോലെ ഹേബർ പ്രക്രിയയിൽ നമ്മൾ ഉപയോഗിക്കുന്ന ഉൽപ്രേരകം സ്പോഞ്ചി അയൺ ആണ്. സ്പോഞ്ചി അയൺ. വനസ്പതി നിർമ്മാണത്തിൽ ഉപയോഗിക്കുന്ന ഉൽപ്രേരകം നിക്കലാണ്. അതുപോലെ ഓസ്റ്റ്വാൾഡ് പ്രക്രിയയിൽ ഉപയോഗിക്കുന്ന ഉൽപ്രേരകം പ്ലാറ്റിനമാണ്. ഈ പ്രക്രിയകളുടെ പേരുകളും അതിൽ ഉപയോഗിക്കുന്ന ഉൽപ്രേരകങ്ങളുടെ പേരുകളും പഠിച്ചു വയ്ക്കണം കേട്ടോ. ഇനി അടുത്ത് നമ്മൾ പറയുന്നത് റിവേഴ്സിബിൾ റിയാക്ഷൻസും ഇർറിവേഴ്സിബിൾ റിയാക്ഷൻസുമാണ്. ഏകദിശാ പ്രവർത്തനങ്ങൾ അത് ഇർറിവേഴ്സിബിൾ റിയാക്ഷനാണ്. അതായത് ഈ അഭികാരകങ്ങൾ പ്രവർത്തിച്ചിട്ടാണല്ലോ ഉൽപ്പന്നങ്ങൾ ഉണ്ടാകുന്നത്. ഈ ഉൽപ്പന്നങ്ങൾ തിരിച്ച് അഭികാരകങ്ങളായിട്ട് മാറില്ല. അതായത് ഒരു രാസപ്രവർത്തനം നടന്ന് അഭികാരകങ്ങൾ അതായത് റിയാക്റ്റൻസ് പ്രവർത്തിച്ച് ഒരു ഉൽപ്പന്നം ഉണ്ടായാൽ തിരിച്ചതിനെ അഭികാരകങ്ങളാക്കി മാറ്റാൻ പറ്റില്ല. ഒരു ഭാഗത്തേക്ക് മാത്രമേ റിയാക്ഷൻ നടക്കുള്ളൂ. അതുമാണ് ഏകദിശ പ്രവർത്തനങ്ങൾ അല്ലെങ്കിൽ ഇർറിവേഴ്സിബിൾ റിയാക്ഷൻസ് എന്ന് പറയുന്നത്. അതിന് എക്സാമ്പിളാണ് കൊടുത്തിട്ടുള്ളത് സോഡിയം ക്ലോറൈഡ് സിൽവർ നൈട്രേറ്റുമായിട്ട് യോജിച്ചാൽ. സോഡിയം ക്ലോറൈഡാണ് NaCl, സിൽവർ നൈട്രേറ്റ് എന്ന് പറഞ്ഞാൽ AgNO3. അവർ തമ്മിൽ പ്രവർത്തിക്കുന്നത് രണ്ടുപേരും റിയാക്റ്റൻസ് ആണ്. അവർ പ്രവർത്തിച്ചിട്ടുണ്ടാകുന്നത് സോഡിയം നൈട്രേറ്റ് NaNO3, അതുപോലെ സിൽവർ ക്ലോറൈഡ് AgCl. അപ്പോൾ ഈ ഒരു പ്രവർത്തനം നടന്നു കഴിഞ്ഞാൽ ഈ പ്രൊഡക്റ്റ് ആവും, തിരിച്ചിതിനെ മാറ്റാനൊന്നും പറ്റില്ല. അപ്പോൾ അതാണ് ഏകദിശാ പ്രവർത്തനം. അടുത്തത് ഉഭയദിശാ പ്രവർത്തനമാണ്. അതായത് റിവേഴ്സിബിൾ റിയാക്ഷനാണ്. അത് രണ്ട് വശത്തേക്കും പ്രവർത്തനം നടക്കും. അതായത് റിയാക്റ്റൻസ് പ്രവർത്തിച്ച് പ്രൊഡക്റ്റ് ആവും, ആ പ്രൊഡക്റ്റിനെ വിഘടിപ്പിച്ച് നമുക്ക് വീണ്ടും റിയാക്റ്റൻസ് ആക്കി മാറ്റിയെടുക്കാൻ സാധിക്കും. അത്തരം പ്രവർത്തനമാണ് റിവേഴ്സിബിൾ റിയാക്ഷൻ എന്ന് പറയുന്നത്. അതിന് എക്സാമ്പിളാണ് കൊടുത്തത് അമോണിയം ക്ലോറൈഡ് NH4Cl. അത് വിഘടിച്ച് NH3യും അതായത് അമോണിയയും HCl ഹൈഡ്രോക്ലോറിക് ആസിഡായിട്ട് മാറും. എന്നാൽ ഇതിനെ തിരിച്ച് വീണ്ടും NH3യും HClഉം കൂടി യോജിച്ച് NH4Cl ആവാനും സാധിക്കും.
അപ്പോൾ അതിൻ്റെ ആരോ മാർക്ക് ഞാൻ ഒരെണ്ണം ഇട്ടുള്ളൂ, ശരിക്കും അത് 2 ആരോ മാർക്ക് ഉണ്ട്. തിരിച്ച് ഇങ്ങോട്ടും ആരോ മാർക്ക് ഇടാനായിട്ട് പറ്റും കേട്ടോ, അത് ഇടാൻ വിട്ടുപോയതാണ്. അപ്പോൾ ഇതൊരു റിവേഴ്സിബിൾ റിയാക്ഷൻ എക്സാമ്പിളാണ്. അടുത്തത് പുരോപ്രവർത്തനവും പശ്ചാത് പ്രവർത്തനവും, അതായത് ഫോർവേഡ് റിയാക്ഷനും ബാക്ക്വേർഡ് റിയാക്ഷനും. അപ്പം നമ്മൾ പറഞ്ഞു ഉഭയദിശാ പ്രവർത്തനത്തിൽ എന്ത് സംഭവിക്കുന്ന നമ്മൾ പറഞ്ഞ് അഭികാരകങ്ങളെ ഉൽപ്പന്നങ്ങളാക്കി മാറ്റാനും പറ്റും, അതുപോലെ ഉൽപ്പന്നങ്ങളെ തിരിച്ച് അഭികാരകങ്ങളാക്കി മാറ്റാനും പറ്റും എന്ന് പറഞ്ഞല്ലോ. ഈ 2 പ്രവർത്തനങ്ങളെയാണ് നമ്മൾ ഫോർവേഡ് റിയാക്ഷൻ ബാക്ക്വേർഡ് റിയാക്ഷൻ എന്ന് പറയുക. പുരോപ്രവർത്തനം അഥവാ ഫോർവേഡ് റിയാക്ഷൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അഭികാരകങ്ങൾ ഉൽപ്പന്നങ്ങളായിട്ട് മാറുന്ന പ്രവർത്തനമാണ് പുരോപ്രവർത്തനം. അതേസമയം ഈ ഉൽപ്പന്നങ്ങൾ വിഘടിച്ച് വീണ്ടും അഭികാരകങ്ങളായിട്ട് മാറുന്ന പ്രവർത്തനമാണ് പശ്ചാത് പ്രവർത്തനം അഥവാ ബാക്ക്വേർഡ് റിയാക്ഷൻ. അടുത്തത് നമ്മൾ പറയാൻ പോകുന്നത് ഈ സന്തുലനാവസ്ഥയും മർദ്ദവും തമ്മിലുള്ള ബന്ധമാണ്. അപ്പോൾ അതിന് മുന്നേ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. ഇപ്പോൾ ഒരു വാതക വ്യൂഹത്തിൽ കുറേ തന്മാത്രകളുണ്ടെന്ന് വിചാരിക്കും. ഈ തന്മാത്രകളുടെ എണ്ണം കുറയുകയാണെങ്കിൽ മർദ്ദം എന്ത് ചെയ്യും? കുറയും, പ്രഷർ കുറയും. ഓക്കെ, തന്മാത്രകളുടെ എണ്ണം കുറയും തോറും പ്രഷർ കുറയും. ഓക്കെ, ഇപ്പോൾ നമ്മൾ ഒരു ഉഭയദിശാ പ്രവർത്തനത്തിൽ, അതായത് ഒരു റിവേഴ്സിബിൾ റിയാക്ഷനിൽ ഈ അഭികാരക ഉൽപ്പന്ന ഭാഗങ്ങളിലെ അഭികാരകത്തിൻ്റെ ഉൽപ്പന്നത്തിൻ്റെയൊക്കെ വാതക തന്മാത്രകളുടെ എണ്ണത്തിൽ വ്യത്യാസമില്ല എന്ന് വിചാരിക്കുക. വ്യത്യാസമില്ലെങ്കിൽ, ഈ തന്മാത്രകളുടെ എണ്ണത്തിൽ വ്യത്യാസമില്ലെങ്കിൽ അത്തരം രാസപ്രവർത്തനത്തിൽ മർദ്ദത്തിന് എന്തില്ല? ഒരു സ്വാധീനവും ഇല്ല. അതായത് അതിൻ്റെ ഇക്വിലിബ്രിയം, ഈ സന്തുലനാവസ്ഥ നിലനിർത്താനോ അതിനെ മാറ്റാനോ മർദ്ദത്തിന് സാധിക്കില്ല. പ്രഷറിന് ഒരു ഇതുമില്ല. അതായത് സന്തുലനാവസ്ഥയിൽ പ്രഷറിന് ഒരു റോളുമില്ല. എപ്പോൾ വരെ? അതായത് അതിലെ തന്മാത്രകളുടെ എണ്ണത്തിൽ വ്യത്യാസമില്ലെങ്കിൽ. തന്മാത്രകളുടെ എണ്ണം വ്യത്യാസപ്പെടുത്തിയാൽ പ്രഷറിന് കുറയും. തന്മാത്രകളുടെ എണ്ണം കുറഞ്ഞാൽ പ്രഷർ കുറയും, തന്മാത്രകളുടെ എണ്ണം കൂടിയാൽ പ്രഷർ കൂടും. പക്ഷേ അല്ലാത്തടത്തോളം കാലം ഈ സന്തുലനാവസ്ഥയിൽ മർദ്ദത്തിന് യാതൊരുവിധ സ്വാധീനവും ഉണ്ടായിരിക്കില്ല. ഇനി അടുത്തത് നമ്മൾ പറയാൻ പോകുന്നത് സന്തുലനാവസ്ഥയും താപനിലയുമാണ്. ഓക്കെ, നമുക്കറിയാം താഴ്ന്ന താപനിലയിൽ ടെമ്പറേച്ചർ കുറവാണെങ്കിൽ ത്രഷോൾഡ് എനർജി കൈവരിച്ച തന്മാത്രകളുടെ എണ്ണം കുറവായിരിക്കും. നമ്മൾ നേരത്തെ പറഞ്ഞു ടെമ്പറേച്ചർ കൂട്ടി കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ത്രഷോൾഡ് എനർജി ഉള്ള തന്മാത്രകളുടെ എണ്ണം കൂടിയിട്ട് അവിടെ കൊളീഷൻസ് കൂടും എന്നൊക്കെ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇവിടെ നമ്മൾ താഴ്ന്ന താപനിലയാണെങ്കിൽ ത്രഷോൾഡ് എനർജി കൈവരിച്ച തന്മാത്രകളുടെ എണ്ണം എന്തായിരിക്കും? വളരെ കുറവായിരിക്കും. അപ്പോൾ ത്രഷോൾഡ് എനർജി കൈവരിച്ച തന്മാത്രകളുടെ എണ്ണം കുറഞ്ഞാൽ എന്ത് സംഭവിക്കും? ഈ പശ്ചാത് പ്രവർത്തനങ്ങളുടെ നിരക്ക് കുറയും. അപ്പോൾ ഈ പശ്ചാത് പ്രവർത്തനങ്ങളുടെ നിരക്ക് കുറഞ്ഞു പോയാൽ ഈ വ്യൂഹം എന്ത് ചെയ്യും? സന്തുലനാവസ്ഥ പ്രാപിക്കാൻ എടുക്കുന്ന സമയം കൂടുതലെടുക്കും. കാരണം അത് വളരെ കുറഞ്ഞു പോയി പ്രവർത്തനങ്ങളുടെ നിരക്ക്. അപ്പോൾ അത് സന്തുലനാവസ്ഥയിലേക്ക് കൊണ്ടുവരാൻ കൂടുതൽ സമയമെടുക്കും. ഇനി സന്തുലനാവസ്ഥയും ഉൽപ്രേരകവും തമ്മിലുള്ള ബന്ധമാണ് പറയുന്നത്. ഒരു ഉഭയദിശാ പ്രവർത്തനത്തിൽ ഈ ഉൽപ്രേരകങ്ങൾ പശ്ചാത് പ്രവർത്തനങ്ങളുടെ വേഗം ഒരേ നിരക്കിലാണ് വർദ്ധിപ്പിക്കുക. ഓക്കെ, പുരോപ്രവർത്തനത്തിൻ്റെ വേഗമാണെങ്കിലും പശ്ചാത് പ്രവർത്തനത്തിൻ്റെ വേഗമാണെങ്കിലും ഉൽപ്രേരകങ്ങൾ എന്ത് ചെയ്യും? ഒരേ നിരക്കിലാണ് അത് വർദ്ധിപ്പിക്കുക. അപ്പോൾ പശ്ചാത് പ്രവർത്തനങ്ങളുടെ വേഗം ഒരേ നിരക്കിൽ വർദ്ധിക്കുന്നത് കൊണ്ട് തന്നെ പെട്ടെന്ന് സന്തുലനാവസ്ഥ പ്രാപിക്കാനായിട്ട് ഉൽപ്രേരകങ്ങൾ സഹായിക്കും. ഇനി അടുത്തൊരു ടോപ്പിക് എന്ന് പറഞ്ഞാൽ ഓക്സീകരണം നിരോക്സീകരണം എന്താണെന്നാണ്. ഓക്സീകരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇലക്ട്രോണിനെ നഷ്ടപ്പെടുത്തുന്ന പ്രവർത്തനത്തെയാണ് നമ്മൾ ഓക്സിഡേഷൻ അഥവാ ഓക്സീകരണം എന്ന് പറയാം. ഇലക്ട്രോൺ സ്വീകരിക്കുന്ന പ്രവർത്തനത്തെ നമ്മൾ നിരോക്സീകരണം എന്ന് പറയും. ഓക്കെ, നിരോക്സീകരണം എന്ന് പറയും. ഇനി എന്താണ് ഓക്സികാരി? ഇപ്പോൾ ഒരു രാസപ്രവർത്തനം നടക്കുകയാണെന്നുണ്ടെങ്കിൽ ആ രാസപ്രവർത്തനത്തിൽ റിയാക്റ്റൻസും ഉണ്ടാവും, പ്രൊഡക്ട്സും ഉണ്ടാവും, അതിലെ അഭികാരകങ്ങളുണ്ടാവും, ഉൽപ്പന്നങ്ങളുണ്ടാവും. അപ്പോൾ അതിൽ ഈ ഒരു പ്രവർത്തനത്തിൽ ഓക്സിഡേഷൻ നമ്പർ എന്ന് പറഞ്ഞിട്ടൊരു സംഭവം നമ്മൾ അടുത്ത ഇതിൽ പഠിക്കും കേട്ടോ അത്. അപ്പോൾ ഈ ഓക്സിഡേഷൻ നമ്പർ കൂടുന്ന തന്മാത്ര ഏതാണോ അവരാണ് നിരോക്സീകാരി. അതേസമയം ഓക്സിഡേഷൻ നമ്പർ കുറയുന്ന ഒരു തന്മാത്ര ഉണ്ടാവും, അതാണ് ഓക്സീകാരി എന്ന് അറിയപ്പെടുന്നത്. ഓക്കെ, നമ്മൾ ഉദാഹരണ സഹിതം പറയൂ കേട്ടോ. ഇനി എന്താണ് റിഡോക്സ് പ്രവർത്തനങ്ങൾ? അതായത് നമ്മൾ ഈ പറഞ്ഞ ഓക്സീകരണവും നിരോക്സീകരണവും ഒരേ സമയം നടക്കുന്ന പ്രവർത്തനത്തെയാണ് നമ്മൾ റിഡോക്സ് പ്രവർത്തനങ്ങളെന്ന് പറയുന്നത്. റിഡോക്സ് പ്രവർത്തനങ്ങളെന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ എന്താ പറഞ്ഞത്? ഓക്സികാരി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഓക്സിഡേഷൻ നമ്പർ കുറയുന്ന തന്മാത്ര ഓക്സികാരിയും ഓക്സിഡേഷൻ നമ്പർ കൂടുന്ന തന്മാത്ര നിരോക്സികാരിയുമാണ്. അതേസമയം
ഇലക്ട്രോണിനെ നഷ്ടപ്പെടുത്തുന്ന പ്രവർത്തനമാണ് ഓക്സീകരണം. ഇലക്ട്രോണിനെ സ്വീകരിക്കുന്ന പ്രവർത്തനമാണ് നിരോക്സീകരണം. ഇനി നമുക്കൊരു ഉദാഹരണ സഹിതം പറയാം, അപ്പോൾ കുറച്ചും കൂടെ ക്ലിയർ ആവും. 2Na + Cl2 gives 2NaCl. ഇതൊരു രാസപ്രവർത്തനമാണ്. ഇതിൽ സോഡിയം ഉണ്ട്, ക്ലോറിൻ ഉണ്ട്. ഇവർ തമ്മിൽ യോജിച്ചിട്ട് സോഡിയം ക്ലോറൈഡ് ഉണ്ടാവുകയാണ് ചെയ്യണത്. അപ്പോൾ ഇതിൽ സോഡിയം തനിച്ച് നിൽക്കുമ്പോൾ അതിൻ്റെ ഓക്സിഡേഷൻ നമ്പർ 0 ആണ്. ഏത് തന്മാത്രയാണെങ്കിലും അത് തനിച്ച് നിൽക്കുകയാണെങ്കിൽ ഓക്സിഡേഷൻ നമ്പർ 0 ആണ്. അപ്പോൾ Na തന്നെയാകുമ്പോൾ 0, Cl2 തന്നെയാകുമ്പോൾ 0. അതേസമയം NaCl എന്ന് പറയുമ്പോൾ അത് ഒരു സംയുക്തമായിട്ട് മാറി. അപ്പോൾ അതിൽ ഓക്സിഡേഷൻ നമ്പർ വ്യത്യാസമുണ്ട്. ഓക്കെ, അപ്പോൾ ഇതിൽ 0 ആയിരുന്ന Na+ ആയിട്ട് മാറും. 0 ആയിരുന്നത് 1 ആയിട്ട് മാറും. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ +1 ആയിട്ട് മാറും. ഓക്സിഡേഷൻ നമ്പർ +1 ആണ് സോഡിയത്തിൻ്റെ. അത് സോഡിയം തന്നെ നിൽക്കുമ്പോൾ ഓക്സിഡേഷൻ നമ്പർ 0 ആണ്. Na വേറെ ഏതിലും കൂടെ ചേരും. ഇപ്പോൾ Clൻ്റെ കൂടെ ചേർന്നത് കൊണ്ട് അതിൻ്റെ ഓക്സിഡേഷൻ നമ്പർ +1 ആണ്. അപ്പോൾ 0 ആയിരുന്ന Na +1 ആയി, കൂടാണ് ചെയ്തത്, വാല്യൂ കൂടി, ഓക്സിഡേഷൻ നമ്പർ കൂടി. ഓക്കെ, അതേസമയം Cl2 എന്ന് പറയുന്നത് തന്നെ നിൽക്കുമ്പോൾ 0 ആണ്. 2NaCl വരുമ്പോൾ Cl Nയുടെ കൂടെ ചേരുമ്പോൾ -1 ആണ് Clൻ്റെ ഓക്സിഡേഷൻ നമ്പർ കേട്ടോ. ഓക്സിഡേഷൻ നമ്പറിൻ്റെ ലിസ്റ്റ് ഞാൻ തരാം ഇത് കഴിയുമ്പോൾ. അപ്പോൾ -1 ആവും, അതായത് 0-നേക്കാളും കുറഞ്ഞു. അപ്പോൾ ഇവിടെ ഓക്സിഡേഷൻ നമ്പർ കുറയുന്നത് ആരാണെന്നാണ് നമ്മൾ പറഞ്ഞത്? ഓക്സികാരിയാണ്, ഓക്സികാരി. അപ്പോൾ ഇവിടെ ഓക്സിഡേഷൻ നമ്പർ കുറഞ്ഞത് Clനാണ്, അതായത് ക്ലോറിനാണ്. അപ്പോൾ ക്ലോറിനാണ് ഈ പ്രവർത്തനത്തിലെ ഓക്സികാരി. ഓക്സിഡേഷൻ നമ്പർ കൂടിയത് സോഡിയത്തിനാണ്, അതുകൊണ്ട് സോഡിയമാണ് ഇതിലെ നിരോക്സികാരി. ക്ലിയർ ആയല്ലോ? ഇനി ഇതിൽ ഓക്സികാരി ആരാണോ അവർക്ക് സംഭവിച്ചത് ഓക്സീകരണമല്ല, നിരോക്സീകരണമാണ്. അതാണ് ഇതിൽ ട്വിസ്റ്റ്. അപ്പോൾ നമ്മളൊരു പ്രവർത്തനത്തിലെ ഓക്സികാരി നിരോക്സികാരി എന്താണെന്ന് പഠിച്ചു വെച്ചാൽ, ഓക്സീകരണം സംഭവിച്ച ആറ്റം ഏതാണെന്ന് ചോദിച്ചാൽ നിരോക്സികാരി ആരാണോ അവർക്കാണ് ഓക്സീകരണം സംഭവിച്ച ആറ്റം എന്ന് എഴുതേണ്ടി വരും. അത് ഓപ്പോസിറ്റായിട്ട് എഴുതാം. അപ്പോൾ ഇവിടെ സോഡിയം നിരോക്സികാരിയാണ്, ക്ലോറിൻ ഓക്സികാരിയാണ്. പക്ഷെ ഓക്സീകരണം സംഭവിച്ച ആറ്റം സോഡിയവും നിരോക്സീകരണം സംഭവിച്ച ആറ്റം ക്ലോറിനുമാണ്. അതങ്ങനെ തന്നെ പഠിച്ചു വയ്ക്കണം കേട്ടോ. ഇനി ഇതാണ് ഓക്സിഡേഷൻ നമ്പറിൻ്റെ ലിസ്റ്റ് എന്ന് പറയുന്നത്. കുറച്ച് മൂലകങ്ങളും അതിൻ്റെ ഓക്സിഡേഷൻ നമ്പറും കൊടുത്തിട്ടുണ്ട്. സാധാരണ നമ്മൾ ഉപയോഗിക്കുന്ന ചില മൂലകങ്ങളുടെ ഓക്സിഡേഷൻ നമ്പറാണ്. ഇത് കാണാതെ പഠിച്ചു വെക്കണം. എന്നാലാണ് ഒരു സംയുക്തം തന്നിട്ട് അതിൽ നിന്ന് ചില മൂലകത്തിൻ്റെ മാത്രം ഓക്സിഡേഷൻ നമ്പർ എടുത്ത് എഴുതാൻ പറഞ്ഞാൽ നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ അതിനൊരു ഉദാഹരണം ഇത് കഴിയുമ്പോൾ ഞാൻ തരാം. എന്തായാലും ഈ ഓക്സിഡേഷൻ നമ്പർ പഠിച്ചു വെക്കണം. ഹൈഡ്രജൻ +1, K+1, പൊട്ടാസ്യം +1, സോഡിയം ആണ് Na+1, Ca എന്ന് പറഞ്ഞാൽ കാൽസ്യം, അത് +2 ആണ് ഓക്സിഡേഷൻ നമ്പർ. Al അലുമിനിയം ആണ്, +3 ആണ് ഓക്സിഡേഷൻ നമ്പർ. F എന്ന് പറയുന്നത് ഫ്ലൂറിൻ, -1 ആണ് ഓക്സിഡേഷൻ നമ്പർ. ക്ലോറിൻ്റെ ഓക്സിഡേഷൻ നമ്പർ -1 ആണ്. ബ്രോമിൻ Br -1, അയഡിൻ I -1, ഓക്സിജൻ O -2. അപ്പോൾ ഇത്രയാണ് ഓക്സിഡേഷൻ നമ്പർ, കാണാതെ പഠിക്കണം. ഇനി ഇത് H2 ഒരു ക്വസ്റ്റ്യൻ ആണ്. H2SO4ൽ സൾഫറിൻ്റെ ഓക്സിഡേഷൻ നമ്പർ കണ്ടുപിടിക്കുക. അപ്പോൾ ഇതിൽ H2SO4ൽ സൾഫർ ഉണ്ട്. ആ സൾഫറിൻ്റെ ഓക്സിഡേഷൻ നമ്പർ നമുക്ക് അറിയില്ല, കണ്ടുപിടിക്കണം. അപ്പോൾ നമുക്ക് ആ ലിസ്റ്റിൽ നമുക്ക് അറിയാവുന്ന രണ്ടെണ്ണമാണ് ഹൈഡ്രജനും ഓക്സിജനും. അതിൻ്റെ രണ്ടിൻ്റെ ഓക്സിഡേഷൻ നമ്പർ നമുക്കറിയാം. ഹൈഡ്രജൻ്റെ ഓക്സിഡേഷൻ നമ്പർ +1 ആണ് അല്ലേ. അപ്പോൾ 2 ഹൈഡ്രജൻ, H2 എന്ന് പറയുമ്പോൾ 2 ഹൈഡ്രജൻ ഉണ്ട്. അപ്പോൾ +1 ആണ് അതിൻ്റെ ഒരെണ്ണത്തിൻ്റെ മൂല്യം. അപ്പോൾ 1 × 2 2 +2 ആണ്. അപ്പോൾ ഹൈഡ്രജൻ്റെ ഇതിലെ നമ്പർ വന്നിരിക്കുന്നത്. ഇനി ഓക്സിജൻ -2 ആണ് ഓക്സിഡേഷൻ നമ്പർ. ഇവിടെ 4 ഓക്സിജൻ ഉണ്ട്. അപ്പോൾ -2 × 4 -8 ആണ് വാല്യൂ കിട്ടിയത്. ഇനി നമുക്കറിയാം ഈ H2SO4 എന്ന് പറയുന്നത് ഒരു സംയുക്തമാണ് അല്ലേ. ഒരു മൊത്തം ഒരുമിച്ചാണ് ഇരിക്കുന്നത്. H2 ഉണ്ട്, SO4 ഉണ്ട്. H2SO4 സൾഫ്യൂരിക് ആസിഡിൻ്റെ രാസസമൂഹമൊക്കെയാണ് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ മൊത്തം വാല്യൂ എപ്പോഴും 0 ആയിരിക്കണം. ഏത് കോമ്പൗണ്ട് നമ്മൾ എടുത്താലും മൊത്തം വാല്യൂ 0 ആയിരിക്കും. അപ്പോൾ ഹൈഡ്രജൻ്റെ +2 ആണെന്ന് നമ്മൾ കണ്ടെത്തി. ഓക്സിജൻ ഇപ്പോൾ -8 ആണെന്ന് കണ്ടെത്തി. അപ്പോൾ അത് രണ്ടും പിന്നെ സൾഫറുമാണുള്ളത്. സൾഫറും കൂടി കൂട്ടിയാൽ 0 വരണം. അപ്പോൾ +S അതാണ് എടുത്തത്. ഹൈഡ്രജൻ്റെ +2 +S, സൾഫറിൻ്റെ അറിയാത്തതുകൊണ്ട് S തന്നെ ഇട്ടു. പ്ലസ് ഓക്സിജൻ്റെ -8 -8 = 0. എസിനെ മാത്രം അവിടെ നിർത്തുക, ബാക്കിയുള്ളതിനെ അപ്പുറത്തേക്ക് കൊണ്ടുപോകാം. അപ്പോൾ -8 അപ്പുറത്തേക്ക് പോകുമ്പോൾ +8 ആവും. +2 അപ്പുറത്തേക്ക് പോകുമ്പോൾ -2 ആവും. അപ്പോൾ 8 - 2 6 അല്ലേ. +6 ആണ് സൾഫറിൻ്റെ ഓക്സിഡേഷൻ നമ്പർ ഈ ഒരു സൾഫ്യൂരിക് ആസിഡിൽ. ഓക്കെ, ഇനി ആസിഡുകൾ, ബേസുകൾ, ലവണങ്ങൾ എന്ന് പറയുന്ന ഒരു മെയിൻ ടോപ്പിക്കിലേക്കാണ് പോകുന്നത്. ആദ്യം ആസിഡുകളാണ്. അതായത് നമുക്കറിയാം ഒരു രാസപ്രവർത്തനത്തിൽ ഏർപ്പെടുമ്പോൾ
ജലത്തിൽ ലയിച്ചിട്ട് ഹൈഡ്രോണിയം അയോണുകൾ നൽകുന്നവയാണ് നമ്മൾ ആസിഡ് എന്ന് വിളിക്കുക. ഓക്കെ, അപ്പോൾ ഈ ആസിഡുകളുടെ ഗുണങ്ങൾക്ക് അടിസ്ഥാനമായ അയോണുകളെ ഹൈഡ്രജൻ അയോണുകളാണ്. ഓക്കെ, ഹൈഡ്രജൻ അയോണുകളാണ്. ഈ എന്താ പറയുക, നമുക്ക് ഈ ആസിഡുകളുടെയൊക്കെ സ്വഭാവങ്ങൾ നമുക്കറിയാം. പുളിരുചിയുള്ളതാണ്, നമ്മൾ കേട്ടിട്ടുണ്ടാകും അല്ലേ? ലിറ്റ്മസ് പേപ്പറിലെ ചേഞ്ചൊക്കെ നമ്മൾ ചെറിയ ക്ലാസ്സുകളിൽ പഠിച്ചിട്ടുള്ളതാണ്. അതൊക്കെ നമുക്ക് വഴിയെ നോക്കാം. ഏതായാലും എല്ലാ ആസിഡുകളിലും പൊതുവായിട്ട് നമുക്കൊരു മൂലകം, മിക്കവാറും ആസിഡുകളിൽ പൊതുവായിട്ടുള്ള മൂലകം നമുക്ക് കാണാൻ കഴിയുന്നത് ഹൈഡ്രജനാണ് കേട്ടോ, ഹൈഡ്രജനാണ്. ഇനി ആസിഡുകൾ നമ്മൾ രണ്ടായിട്ട് തരംതിരിക്കുന്നുണ്ട്. സസ്യജന്യ ആസിഡുകൾ അല്ലെങ്കിൽ ഓർഗാനിക് ആസിഡുകൾ എന്ന് വിളിക്കും. അതുപോലെ മിനറൽ ആസിഡുകൾ, അത് ധാതുക്കളിൽ നിന്നുള്ള ആസിഡുകളാണ്. അങ്ങനെ രണ്ടെണ്ണമായിട്ട് നമ്മൾ തിരിക്കുന്നുണ്ട്. അതിൽ സസ്യജന്യ ആസിഡുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സിട്രിക് ആസിഡ്, അസറ്റിക് ആസിഡ്, ടാർട്ടാറിക് ആസിഡ്, അതായത് ഇപ്പോൾ നാരങ്ങ, പുളി, വിനെഗർ, അതിലൊക്കെയുള്ള ആസിഡുകളാണ് സസ്യജന്യ ആസിഡുകൾ. നമുക്ക് കിട്ടുന്ന ആ പ്രൊഡക്ട്സിൽ നിന്ന് അല്ലേ, പ്ലാന്റിൽ നിന്നൊക്കെ കിട്ടുന്ന പ്രൊഡക്റ്റിലുള്ള ആസിഡുകളാണ്. അതുപോലെ ധാതുക്കളിൽ നിന്ന് നമ്മൾ ആസിഡ് ഉൽപ്പാദിപ്പിക്കാറുണ്ട്, അതാണ് മിനറൽ ആസിഡ്. സൾഫ്യൂരിക് ആസിഡ്, നൈട്രിക് ആസിഡ്, ഹൈഡ്രോക്ലോറിക് ആസിഡ്, അതൊക്കെ മിനറൽ ആസിഡിൻ്റെ എക്സാമ്പിൾസാണ്. ഇനി നമ്മൾ ഈ ഓർഗാനിക് ആസിഡുകൾ നിത്യജീവിതത്തിൽ നമ്മൾ ഉപയോഗിക്കുന്നത്, ഇപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ സിട്രിക് ആസിഡ്, അസറ്റിക് ആസിഡ്, ടാർട്ടാറിക് ആസിഡ്, ഇതൊക്കെ സസ്യജന്യ ആസിഡുകളാണ്. ഇതിന് നമ്മൾ ഓർഗാനിക് ആസിഡ് എന്നും വിളിക്കും. അപ്പോൾ നിത്യജീവിതത്തിൽ ഉപയോഗിക്കുന്ന പുളിരുചിയുള്ള പ്രകൃതി വസ്തുക്കളിൽ നിന്നും കിട്ടുന്ന ആസിഡുകളാണ് നമുക്ക് ഓർഗാനിക് ആസിഡുകൾ എന്ന് പറയുന്നത്. ഇനി നമ്മൾ ഈ ആസിഡുകളിൽ ഹൈഡ്രജൻ ആറ്റങ്ങളുടെ എണ്ണത്തിൻ്റെ അടിസ്ഥാനത്തിൽ പ്രധാനമായിട്ട് മൂന്നായിട്ട് തരംതിരിച്ചിട്ടുണ്ട്. ഏകബേസിക് ആസിഡ്, ദ്വിബേസിക് ആസിഡ്, ത്രിബേസിക് ആസിഡ്. അതിൽ ഏകബേസിക് ആസിഡ് എന്ന് പറയുമ്പോൾ ആസിഡിൻ്റെ ബേസികത ഒന്നാണെങ്കിൽ അതിനെ നമ്മൾ ഏകബേസിക് ആസിഡ് എന്ന് പറയും. ഹൈഡ്രജൻ്റെ എണ്ണം അവിടെ ഒന്നായിരിക്കും. ഓക്കെ, അതായത് HCl, HNO3. HCl എന്ന് പറഞ്ഞാൽ ഹൈഡ്രോക്ലോറിക് ആസിഡാണ്. HNO3 എന്ന് പറഞ്ഞാൽ നൈട്രിക് ആസിഡാണ് കേട്ടോ. ഇനി ദ്വിബേസിക് ആസിഡ്, അതിൽ ഹൈഡ്രജൻ്റെ എണ്ണം 2 ആയിരിക്കും, ബേസികത 2 ആണ്. അപ്പോൾ ഓക്കെ, H2SO4 സൾഫ്യൂരിക് ആസിഡാണ്. H2CO3 എന്ന് പറഞ്ഞാൽ കാർബോണിക് ആസിഡാണ്, H2CO3 കേട്ടോ. ഇനി ആസിഡിൻ്റെ ബേസികത 3 ആണെങ്കിൽ അവിടെ 3 ഹൈഡ്രജൻ ആറ്റങ്ങളാണ് കാണുക. H3PO4 ആണ് എക്സാമ്പിൾ. ഫോസ്ഫോറിക് ആസിഡാണ് H3PO4 കേട്ടോ. ഇനി നമ്മൾ കുറച്ച് ലിസ്റ്റ് ഓഫ് ആസിഡ്സിൻ്റെ പേര് പറഞ്ഞിട്ടുണ്ട്, അതിൻ്റെയൊക്കെ പ്രത്യേകതകളാണ് പറയാൻ പോകുന്നത് കേട്ടോ. ഇപ്പോൾ ഹൈഡ്രോക്ലോറിക് ആസിഡ് ആണെന്നുണ്ടെങ്കിൽ ഓക്സിജൻ ഇല്ലാത്ത ഒരു ആസിഡാണ് ഹൈഡ്രോക്ലോറിക് ആസിഡ്. കുറേ ആസിഡ്സൊക്കെ നമ്മൾ എടുക്കുമ്പോൾ ഓക്സിജൻ കാണാൻ പറ്റാറുണ്ട്. അപ്പോൾ ഓക്സിജൻ ഇല്ലാത്ത ഒരു ആസിഡിൻ്റെ എക്സാമ്പിളാണ് ഹൈഡ്രോക്ലോറിക് ആസിഡ്. HCl എന്നാണ് നമ്മൾ ഹൈഡ്രോക്ലോറിക് ആസിഡിൻ്റെ എന്താ പറയുക രാസവാക്യം എഴുതുന്നത്, HCl ആണ്. മനുഷ്യൻ്റെ ആമാശയത്തിലുള്ള ആസിഡാണ് ഹൈഡ്രോക്ലോറിക് ആസിഡ്. ആമാശയത്തിൽ നമുക്കറിയാം ഡൈജഷൻ പ്രോസസ്സിന്, അതായത് ദഹനത്തെ സഹായിക്കാൻ വേണ്ടിയിട്ടുള്ള ആസിഡാണ് ഹൈഡ്രോക്ലോറിക് ആസിഡ്. ഇനി ഹൈഡ്രോക്ലോറിക് ആസിഡിനെ നമ്മൾ വിളിക്കുന്ന വേറൊരു പേര് മ്യൂറിയാറ്റിക് ആസിഡ് എന്നാണ്. മ്യൂറിയാറ്റിക് ആസിഡ് എന്നാണ് ഹൈഡ്രോക്ലോറിക് ആസിഡ് അറിയപ്പെടുന്ന ഒരു പേര്. ഓക്കെ, മ്യൂറിയാറ്റിക് ആസിഡ്. അതുപോലെ സ്പിരിറ്റ് ഓഫ് സോൾട്ട് എന്ന് അറിയപ്പെടുന്ന ആസിഡാണ് ഹൈഡ്രോക്ലോറിക് ആസിഡ് കേട്ടോ, സ്പിരിറ്റ് ഓഫ് സോൾട്ട്. ഓക്കെ, ഇനി അടുത്തത് അസറ്റിക് ആസിഡാണ്. നമുക്കറിയാം ഏറ്റവും ആദ്യം കണ്ടുപിടിക്കപ്പെട്ട ആസിഡാണ് കേട്ടോ അസറ്റിക് ആസിഡ്. നമ്മൾ വിനെഗർ പറയൂല്ലേ, ചൊറുക്ക, അതിലുള്ള ആസിഡ് അസറ്റിക് ആസിഡാണ്. ഇനി ഏറ്റവും പഴക്കമുള്ള ആസിഡ് എന്നറിയപ്പെടുന്നതും അസറ്റിക് ആസിഡാണ്. പിന്നെ മുട്ടത്തോടിനെ മൃദുലമാക്കാൻ കഴിയുന്ന ആസിഡാണ് അസറ്റിക് ആസിഡ്. ഇനി നമ്മൾ അടുത്തത് പറയാൻ പോകുന്നത് നൈട്രിക് ആസിഡാണ്. നൈട്രിക് ആസിഡ് സ്പിരിറ്റ് ഓഫ് നൈറ്റർ എന്ന പേരിലാണ് കേട്ടോ അറിയപ്പെടുന്നത്. നമുക്കറിയാം, നേരത്തെ പറഞ്ഞു സ്പിരിറ്റ് ഓഫ് സോൾട്ട് എന്നറിയപ്പെടുന്നത് ഹൈഡ്രോക്ലോറിക് ആസിഡാണ്. അതേസമയം സ്പിരിറ്റ് ഓഫ് നൈറ്റർ എന്നറിയപ്പെടുന്നത് നൈട്രിക് ആസിഡാണ്. അതുപോലെ നമ്മൾ റോക്കറ്റുകളിൽ ഓക്സിഡൈസറായിട്ട് ഉപയോഗിക്കുന്നത് നൈട്രിക് ആസിഡാണ്. പിന്നെ സ്വർണത്തിൻ്റെ പരിശുദ്ധി അല്ലെങ്കിൽ ശുദ്ധത പരിശോധിക്കാൻ നമ്മൾ ഉപയോഗിക്കുന്നത് നൈട്രിക് ആസിഡാണ്. അതുപോലെ നമ്മൾ ഏതെങ്കിലും വസ്തുവിൽ പ്രോട്ടീൻ്റെ സാന്നിധ്യമുണ്ടോ, ഇപ്പോൾ ഫുഡ് ഐറ്റമൊക്കെ എടുത്തിട്ട് അതിൽ പ്രോട്ടീൻ്റെ സാന്നിധ്യമുണ്ടോ എന്നറിയാൻ വേണ്ടി ഉപയോഗിക്കുന്ന പരീക്ഷണത്തിൽ ഉപയോഗിക്കുന്ന ആസിഡ് നൈട്രിക് ആസിഡാണ് കേട്ടോ, നൈട്രിക് ആസിഡാണ്. ഇനി നൈട്രിക് ആസിഡിൻ്റെ ലവണങ്ങൾ നൈട്രേറ്റുകളാണ്. നൈട്രിക് ആസിഡിൻ്റെ ലവണങ്ങൾ നൈട്രേറ്റുകളാണ്.
അതുപോലെ നമ്മൾ നൈട്രിക് ആസിഡിനെ അക്വാ ഫോർട്ടിസ് എന്ന് വിളിക്കാറുണ്ട് കേട്ടോ, അക്വാ ഫോർട്ടിസ്. അപ്പോൾ സ്പിരിറ്റ് ഓഫ് നൈറ്റർ എന്നറിയപ്പെടുന്നതും അതുപോലെ അക്വാ ഫോർട്ടിസ് എന്നറിയപ്പെടുന്നതും നമ്മുടെ നൈട്രിക് ആസിഡ് തന്നെയാണ്. ഓക്കെ, നൈട്രിക് ആസിഡ്. ഇനി നമ്മൾ വായുവിൽ പുകയുന്ന ഒരു ആസിഡാണ് കേട്ടോ നൈട്രിക് ആസിഡ്. നമ്മൾ ലാബിലൊക്കെ കാണുകയാണെങ്കിൽ നൈട്രിക് ആസിഡ് തുറന്നത് ചെറിയ പുക പോലെ വരുന്നത് കാണാം. വായുവിൽ പുകയുന്ന ആസിഡാണ് നൈട്രിക് ആസിഡ്. അടുത്തത് ലാക്റ്റിക് ആസിഡാണ്. നമുക്കറിയാം നമ്മളുടെ പാലിൽ അതുപോലെ തൈരിൽ ഒക്കെ അടങ്ങിയിരിക്കുന്ന ആസിഡാണ് ലാക്റ്റിക് ആസിഡ്. അതുപോലെ നമ്മളുടെ പേശികളിൽ കാണപ്പെടുന്ന ആസിഡാണ്, പേശികളിൽ മനുഷ്യൻ്റെ പേശികളിൽ കാണപ്പെടുന്ന ആസിഡാണ് ലാക്റ്റിക് ആസിഡ്. അതുപോലെ ഇനി അടുത്തത് മെത്തനോയിക് ആസിഡാണ്. ഫോമിക് ആസിഡ് എന്നറിയപ്പെടുന്ന ആസിഡാണ് കേട്ടോ മെത്തനോയിക് ആസിഡ്. ഇനി സൾഫനിക് ആസിഡ്. നമ്മുടെ ചുവന്ന ഉള്ളി നമ്മൾ അരിയുമ്പോൾ നമുക്ക് നീറ്റലിന് കാരണമാവും അല്ലേ, ഈ ചുവന്ന ഉള്ളിയുടെ നീറ്റലിന് കാരണമായ ആസിഡാണ് ഈ സൾഫേനിക് ആസിഡ് കേട്ടോ. ഇനി അടുത്തത് അസറ്റൈൽ സാലിസിലിക് ആസിഡ്. അത് ആസ്പിരിൻ എന്നറിയപ്പെടുന്നത് ഈ അസറ്റൈൽ സാലിസിലിക് ആസിഡാണ്, ആസ്പിരിൻ. അടുത്തത് ബാർബിറ്റ്യൂറിക് ആസിഡ്. അതായത് ഹിപ്നോട്ടിസത്തിനൊക്കെ ഉപയോഗിക്കുന്ന ഒരു ടൈപ്പ് ആസിഡാണ് ബാർബിറ്റ്യൂറിക് ആസിഡ് കേട്ടോ. അതുപോലെ ടാനിക് ആസിഡ്, നമ്മളുടെ മഹാഗണി, ഓക്ക്, ഈ വൃക്ഷങ്ങളുടെയൊക്കെ തൊലിയിൽ ഒരു ആസിഡ് അടങ്ങിയിട്ടുണ്ട്, അതാണ് ടാനിക് ആസിഡ് എന്നറിയപ്പെടുന്നത്. ഇനി സാലിസിലിക് ആസിഡ്, നമ്മൾ ഈ ടൂത്ത് പേസ്റ്റിലൊക്കെ പ്രിസർവേറ്റീവായി ചേർക്കുന്ന ആസിഡാണ് സാലിസിലിക് ആസിഡ് അഥവാ ബെൻസോയിക് ആസിഡ് കേട്ടോ. അത് ബെൻസോയിക് ആസിഡ് എന്നും അറിയപ്പെടുന്നുണ്ട്. ടൂത്ത് പേസ്റ്റിൽ പ്രിസർവേറ്റീവാണ് ഈ സാലിസിലിക് ആസിഡ്. ഇനി ഫ്ലൂറോ ആൻറ്റിമണിക് ആസിഡ്, ഏറ്റവും വീര്യം കൂടിയ ആസിഡാണ് ഈ ഫ്ലൂറോ ആൻറ്റിമണിക് ആസിഡ് കേട്ടോ, ഫ്ലൂറോ ആൻറ്റിമണിക് ആസിഡ്. ഇനി നമ്മൾ കുറച്ച് ആസിഡ്സും കൂടെ ഉണ്ട്. അതായത് ഈ ഓക്സാലിക് ആസിഡ് മഷിക്കറമാക്കാൻ ഉപയോഗിക്കുന്ന ആസിഡാണ് കേട്ടോ ഓക്സാലിക് ആസിഡ്. അതുപോലെ നമ്മൾ നേരത്തെ ഫോമിക് ആസിഡ് പറഞ്ഞു അല്ലേ, അത് ഈ റബ്ബറിൻ്റെ പാല് ഘനീഭവിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന ആസിഡാണ് കേട്ടോ ഫോമിക് ആസിഡ്. ഇനി കുറച്ച് സിദ്ധാന്തങ്ങൾ നോക്കാം നമുക്ക്. ആദ്യത്തേത് ലൗറി ബ്രോൺസ്റ്റഡ് സിദ്ധാന്തം. ലാറി ബ്രോൺസ്റ്റഡ് എന്നും പറയാറുണ്ട്, ലൗറി ബ്രോൺസ്റ്റഡ് ആണ് കേട്ടോ ശരിക്കും ലൗറി ബ്രോൺസ്റ്റഡ് സിദ്ധാന്തം. ഈ ലൗറി ബ്രോൺസ്റ്റഡ് സിദ്ധാന്ത പ്രകാരം നമുക്ക് ഈ ഹൈഡ്രജൻ അയോണിനെ H+ അയോണിനെ ദാനം ചെയ്യാൻ കഴിയുന്ന പദാർത്ഥങ്ങളെ നമ്മൾ ആസിഡുകളും ഈ ഹൈഡ്രജൻ അയോണിനെ സ്വീകരിക്കുന്ന പദാർത്ഥങ്ങളെ ബേസുകൾ എന്നും വിളിക്കുന്നു. അതാണ് നമ്മൾ ലൗറി ബ്രോൺസ്റ്റഡ് സിദ്ധാന്തത്തിൽ പറയുന്നത്. അതായത് ആസിഡുകൾ പ്രോട്ടോൺ ദാതാക്കളും, പ്രോട്ടോൺ എന്ന് വെച്ചാൽ H+ കേട്ടോ. അപ്പോൾ ആസിഡുകൾ പ്രോട്ടോൺ ദാതാക്കളും ബേസുകൾ പ്രോട്ടോൺ സ്വീകർത്താക്കളുമാണെന്നാണ് ലൗറി ബ്രോൺസ്റ്റഡ് സിദ്ധാന്തം പറയുന്നത്. അടുത്തത് അറീനിയസ് സിദ്ധാന്തമാണ്. അതായത് ഏത് ആസിഡാണെങ്കിലും ബേസ് ആണെങ്കിലും അത് ജലത്തിൽ ലയിക്കുമ്പോൾ അയോണുകളായിട്ട് വിഭജിക്കപ്പെടുന്നു. ഈ സിദ്ധാന്തമാണ് അറീനിയസ് സിദ്ധാന്തം എന്നറിയപ്പെടുന്നത്. അതിൽ ഇവർ പറയുന്നത് ജലീയ ലായനിയിൽ H+ അയോണുകൾ സ്വതന്ത്രമാക്കാൻ കഴിയുന്നവരെ ആസിഡുകളും OH- അയോണുകൾ സ്വതന്ത്രമാക്കാൻ കഴിയുന്നവർ ആൽക്കലികളാണെന്നുമാണ് അറീനിയസ് സിദ്ധാന്തത്തിൽ പറയുന്നത്. അടുത്തത് ലൂയിസ് സിദ്ധാന്തമാണ്. അതായത് ഈ ആസിഡുകൾ ഇലക്ട്രോൺ ജോഡികളുടെ സ്വീകർത്താക്കളും ബേസുകൾ ഇലക്ട്രോൺ ജോഡികളുടെ ദാതാക്കളുമാണെന്നാണ് ലൂയിസ് സിദ്ധാന്തം പ്രസ്താവിക്കുന്നത്. ഇലക്ട്രോണുകളെ വെച്ചിട്ടാണ് ലൂയിസ് സിദ്ധാന്തം പറയുന്നത്. അതേസമയം H+ അയോണുകളെ മാത്രം വെച്ചിട്ടാണ് ലൗറി ബ്രോൺസ്റ്റഡ് സിദ്ധാന്തം പറഞ്ഞത്. അതേസമയം H+ അയോണുകളെയും OH- അയോണുകളെയും വെച്ചിട്ടാണ് അറീനിയസ് സിദ്ധാന്തം പറഞ്ഞത്. ഇപ്പോൾ ഇലക്ട്രോൺ ജോഡികൾ വെച്ചിട്ടാണ് ലൂയിസ് സിദ്ധാന്തം. എന്താണ് ലൂയിസ് സിദ്ധാന്തം? ആസിഡുകൾ ഇലക്ട്രോൺ ജോഡികളുടെ സ്വീകർത്താക്കളും ബേസുകൾ ഇലക്ട്രോൺ ജോഡികളുടെ ദാതാക്കളുമാണെന്നാണ് ലൂയിസ് സിദ്ധാന്തം പ്രസ്താവിക്കുന്നത്. ഇനി സൾഫ്യൂരിക് ആസിഡിനെ കുറിച്ച് കുറച്ച് കാര്യങ്ങൾ നമുക്ക് പറയാനുണ്ട്. സൾഫ്യൂരിക് ആസിഡ് നമുക്കറിയാം ഓയിൽ ഓഫ് വിട്രിയോൾ എന്നറിയപ്പെടുന്ന ആസിഡാണ് സൾഫ്യൂരിക് ആസിഡ്. കിങ് ഓഫ് കെമിക്കൽസ് ആണ്, രാസവസ്തുക്കളുടെ രാജാവാണ് സൾഫ്യൂരിക് ആസിഡ്. അതുപോലെ തന്നെ സൾഫ്യൂരിക് ആസിഡിൻ്റെ ഗുണങ്ങൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിറമില്ലാത്തൊരു ആസിഡാണ് സൾഫ്യൂരിക് ആസിഡ്. അതുപോലെ തീവ്രനാശക സ്വഭാവമുള്ളതാണ്. ജലത്തിൽ ലയിക്കുന്ന ആസിഡാണ്. ജലത്തെക്കാളും സാന്ദ്രത കൂടുതലാണ് കേട്ടോ, ജലത്തേക്കാൾ സാന്ദ്രത കൂടിയ ആസിഡാണ് സൾഫ്യൂരിക് ആസിഡ്. അതുപോലെ വിസ്കോസിറ്റിയും താരതമ്യേന കൂടുതലാണ് സൾഫ്യൂരിക് ആസിഡിന്.
ഇനി സ്റ്റോറേജ് ബാറ്ററികളിൽ ഉപയോഗിക്കുന്ന ആസിഡാണ്, അതുപോലെ കാറിൻ്റെ ബാറ്ററിയിലൊക്കെ നമ്മൾ ഉപയോഗിക്കുന്ന ആസിഡാണ് ഈ സൾഫ്യൂരിക് ആസിഡ്. അതുപോലെ നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു സൾഫ്യൂരിക് ആസിഡ് നിർമ്മാണം ആ പ്രക്രിയേനെ നമ്മൾ സമ്പർക്ക പ്രക്രിയ എന്നാണ് പറയുക. അതിലുപയോഗിക്കുന്ന ഉൾപ്രേരകം നമ്മൾ നേരത്തെ സൂചിപ്പിച്ചിട്ടുണ്ടായിരുന്നു വനേഡിയം പെൻറ്റോക്സൈഡ് ആണെന്ന്. ഓക്കെ, ഇനി നമ്മൾ എണ്ണ ശുദ്ധീകരിക്കാൻ അതുപോലെ മലിനജല ശുദ്ധീകരണത്തിനൊക്കെ നമ്മൾ ഈ സൾഫ്യൂരിക് ആസിഡ് ഉപയോഗിക്കും കേട്ടോ. ഇനി സൾഫ്യൂരിക് ആസിഡിൻ്റെ മേഘപടലങ്ങളുള്ള ഒരു ഗ്രഹമുണ്ട് നമുക്ക്, അത് ശുക്രനാണ് കേട്ടോ. ശുക്രൻ, സൾഫ്യൂരിക് ആസിഡിൻ്റെ മേഘപടലങ്ങളുള്ള ഗ്രഹമാണ് ശുക്രൻ എന്ന് പറയുന്നത്. ഓക്കെ, ഇനി ഒലിയം. എന്താണ് ഈ ഒലിയം? ഒലിയം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സൾഫ്യൂരിക് ആസിഡിൽ സൾഫർ ട്രൈഓക്സൈഡ് ലയിപ്പിക്കുമ്പോൾ നമുക്ക് കിട്ടുന്നതാണ് ഒലിയം. H2SO4 കൂടെ സൾഫർ ട്രൈഓക്സൈഡ് യോജിപ്പിച്ചാൽ നമുക്ക് കിട്ടുന്ന ഉൽപ്പന്നമാണ് ഒലിയം കേട്ടോ. ഒലിയത്തിൻ്റെ രാസവാക്യം എന്ന് പറയുന്നത് H2S2O7 ആണ്. H2S2O7 ആണ് കേട്ടോ ഒലിയത്തിൻ്റെ രാസവാക്യം. ഓക്കെ, അതായത് സൾഫ്യൂരിക് ആസിഡിനെ സൾഫർ ട്രൈഓക്സൈഡുമായി യോജിപ്പിച്ചാൽ ലയിപ്പിക്കുമ്പോൾ കിട്ടുന്നതാണ് ഒലിയം. H2S2O7 ആണ് രാസവാക്യം. ഇനി ഒലിയം ജലവുമായി ലയിപ്പിക്കുമ്പോൾ, ഒലിയത്തിനെ ജലത്തിൽ ലയിപ്പിച്ചാൽ നമുക്ക് സൾഫ്യൂരിക് ആസിഡ് കിട്ടും കേട്ടോ. ഒലിയത്തിനെ ജലത്തിൽ ലയിപ്പിച്ചാൽ നമുക്ക് സൾഫ്യൂരിക് ആസിഡാണ് കിട്ടുക. അപ്പോൾ ഒലിയം എന്ന് പറയുന്നത് സൾഫ്യൂരിക് ആസിഡിൻ്റെ ഗാഢത കൂടിയ രൂപമാണ് കേട്ടോ. ഗാഢത കൂടിയ സൾഫ്യൂരിക് ആസിഡിൻ്റെ ഗാഢത കൂടിയ രൂപമാണ് ഒലിയം എന്ന് പറയുന്നത്. ഇനി നമുക്കറിയാം ഈ സൾഫർ ട്രൈഓക്സൈഡിനെ ജലത്തിൽ ലയിപ്പിച്ചാലും നമുക്ക് എന്ത് കിട്ടും? സൾഫ്യൂരിക് ആസിഡ് കിട്ടും. പക്ഷെ നമ്മൾ ഒലിയത്തിനെയാണ് ജലത്തിൽ ലയിപ്പിച്ചത്, അതായത് സൾഫർ ട്രൈഓക്സൈഡിനെ സൾഫ്യൂരിക് ആസിഡ് ലയിപ്പിച്ച് ഒലിയം ഉണ്ടാക്കിയിട്ട് ആ ഒലിയത്തിനെ ജലത്തിൽ ലയിപ്പിക്കുമ്പോഴാണ് നമുക്ക് സൾഫ്യൂരിക് ആസിഡ് കിട്ടുന്നത്. പക്ഷേ ഇത്തരം സ്റ്റെപ്പിലൂടെ പോവാതെ നമുക്ക് സൾഫർ ട്രൈഓക്സൈഡിനെ, അതായത് SO3 എന്ന് പറയുന്ന സൾഫർ ട്രൈഓക്സൈഡിനെ ജലത്തിൽ ലയിപ്പിച്ചാലും സൾഫ്യൂരിക് ആസിഡ് കിട്ടും. പക്ഷെ നമ്മൾ ചെയ്യാറില്ല. എന്തുകൊണ്ടാണ് അങ്ങനെ ചെയ്യാത്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സൾഫർ ട്രൈഓക്സൈഡ് ജലത്തിൽ ലയിക്കുന്ന പ്രവർത്തനം എന്ന് പറയുന്നത് താപമോചക പ്രവർത്തനം. കാരണം താപം പുറത്തേക്ക് വിടും. അപ്പോൾ എന്തുണ്ടാവുമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ രാസപ്രവർത്തനത്തിൽ ആദ്യമുണ്ടായ സൾഫ്യൂരിക് ആസിഡൊക്കെ മഞ്ഞ് പോലുള്ള ചെറു കണികകളായിട്ട് മാറും. അപ്പോൾ തുടർന്നുള്ള ലയനം നടക്കില്ല. തുടർന്ന് ഇത് സൾഫർ ട്രൈഓക്സൈഡ് ജലത്തിൽ ലയിക്കുന്ന പ്രവർത്തനം നടക്കില്ല, പകുതിക്ക് വെച്ച് തടസ്സപ്പെടും. അതുകാരണമാണ് നമ്മൾ സൾഫ്യൂരിക് ആസിഡ് ഉണ്ടാക്കാനായിട്ട് ആദ്യം ഈ സൾഫ്യൂരിക് ആസിഡിൽ സൾഫർ ട്രൈഓക്സൈഡിനെ ലയിപ്പിച്ചിട്ട് പിന്നെ ആ കിട്ടുന്ന ഒലിയം എന്ന പ്രൊഡക്റ്റിനെ ജലത്തിൽ ലയിപ്പിച്ച് സൾഫ്യൂരിക് ആസിഡിനെ എടുക്കുന്നത്. ഓക്കെ, ഇനി നമ്മൾ ആൽക്കലികളെ കുറിച്ചിട്ടാണ് പറയാൻ പോകുന്നത്. നമുക്കറിയാം ആസിഡുകൾ ജലത്തിൽ ലയിക്കുമ്പോൾ H+ അയോണുകളെ വിട്ടുകൊടുക്കുന്നു എന്ന് പറഞ്ഞു. അപ്പോൾ ആൽക്കലികളാണെങ്കിൽ ഏതിനെ വിട്ടുകൊടുക്കുക? നമ്മളൊന്ന് സൂചിപ്പിച്ചായിരുന്നു അല്ലേ? OH- അയോണുകളെയാണ് ആൽക്കലികൾ വിട്ടുകൊടുക്കുക. ആൽക്കലികൾ എന്ന് വെച്ചാൽ ബേസുകൾ കേട്ടോ. അപ്പോൾ ഇതിന് എക്സാമ്പിൾസൊക്കെ നമുക്കറിയാം. സോഡിയം ഹൈഡ്രോക്സൈഡ്, പൊട്ടാസ്യം ഹൈഡ്രോക്സൈഡൊക്കെ ആൽക്കലികൾക്ക് ഉദാഹരണമാണ്. അപ്പോൾ നമ്മൾ ആദ്യം പഠിക്കാൻ പോകുന്നത് കാസ്റ്റിക് ആൽക്കലികളാണ്. കാസ്റ്റിക് ആൽക്കലികൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പൊള്ളലുണ്ടാക്കുന്ന ടൈപ്പ് ആൽക്കലികളാണ് കാസ്റ്റിക് ആൽക്കലികൾ. ഈ സോഡിയം ഹൈഡ്രോക്സൈഡ്, പൊട്ടാസ്യം ഹൈഡ്രോക്സൈഡൊക്കെ കാസ്റ്റിക് ആൽക്കലികൾക്ക് ഉദാഹരണമാണ്. അത് നല്ല കോൺസെൻട്രേറ്റഡ്, അതുകൊണ്ട് അത് പൊള്ളലുണ്ടാക്കും. ഓക്കെ, പൊള്ളും. നമുക്ക് സോഡിയം ഹൈഡ്രോക്സൈഡും പൊട്ടാസ്യം ഹൈഡ്രോക്സൈഡൊക്കെ പൊള്ളലുണ്ടാക്കുന്ന ആസിഡുകളാണ്. അതിനെ കാസ്റ്റിക് ആൽക്കലികൾ എന്ന് പറയും. അപ്പോൾ നമ്മൾ ചിലപ്പോൾ ലാബിലൊക്കെ ഈ സോഡിയം ഹൈഡ്രോക്സൈഡും പൊട്ടാസ്യം ഹൈഡ്രോക്സൈഡൊക്കെ നമ്മൾ തൊട്ടാലും അധികം പൊള്ളലുകൾ തോന്നാറുണ്ടാവില്ല. കാരണം അത് വളരെ ഡൈല്യൂട്ട് ചെയ്ത് വെച്ചത് കൊണ്ടാണ് കേട്ടോ. ശരിക്കും പൊള്ളലുണ്ടാക്കുന്ന ആസിഡ് തന്നെയാണ് കാസ്റ്റിക് ആൽക്കലികളായിട്ടുള്ള സോഡിയം ഹൈഡ്രോക്സൈഡും പൊട്ടാസ്യം ഹൈഡ്രോക്സൈഡും. അടുത്തത് ആംഫോട്ടറിക് ഓക്സൈഡുകളാണ്. ആംഫോട്ടറിക് ഓക്സൈഡുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആസിഡിൻ്റെയും ബേസിൻ്റെയും സ്വഭാവമുള്ള ലോഹ ഓക്സൈഡുകളെയാണ് നമ്മൾ ആംഫോട്ടറിക് ഓക്സൈഡുകൾ എന്ന് പറയുക. അതായത് രണ്ടിൻ്റെയും സ്വഭാവം ഉണ്ടാവും. ആസിഡിൻ്റെ സ്വഭാവം ഉണ്ടാവും, ബേസിൻ്റെ സ്വഭാവം ഉണ്ടാവും. അങ്ങനത്തെ ഓക്സൈഡുകളാണ്, ലോഹ ഓക്സൈഡുകളാണ് ആംഫോട്ടറിക് ഓക്സൈഡുകൾ. ഉദാഹരണം Al2O3യും ZnOയും. ഓക്കെ, അലുമിനിയം ഓക്സൈഡും അതുപോലെ സിങ്ക് ഓക്സൈഡും.
ഇനി ഇതവിടെ കൊടുത്തിട്ടുള്ളത് ആൽക്കലിയുടെ ഉപയോഗങ്ങളാണ്. സോപ്പ് നിർമ്മാണം, ഡിറ്റർജൻറ്റ് നിർമ്മാണം, സെറാമിക് ഉൽപ്പന്നങ്ങൾ അവയുടെ നിർമ്മാണം, അതുപോലെ വ്യാവസായിക ആവശ്യങ്ങൾ, അതുപോലെ മലിനജലത്തിൻ്റെ ശുദ്ധീകരണം, ഇതിനൊക്കെ നമ്മൾ ആൽക്കലികൾ ഉപയോഗിക്കാറുണ്ട്. ഇനി നമ്മൾ പറയാൻ പോകുന്നത് pH മൂല്യമാണ്. അതായത് ഒരു ലായനി എടുത്തിട്ട് അത് ആസിഡാണോ ബേസാണോ എന്ന് നമ്മൾ തിരിച്ചറിയുന്നത് pH മൂല്യം അനുസരിച്ചിട്ടാണ്. ഓക്കെ, അപ്പോൾ ഈ pH മൂല്യം, pH എന്ന് പറയുന്നതിൻ്റെ ഫുൾ ഫോം എന്ന് പറയുന്നത് പൊട്ടൻഷ്യൽ ഓഫ് ഹൈഡ്രജനാണ്. ഹൈഡ്രജൻ്റെ വീര്യമാണ് അവിടെ അളക്കുന്നത്. പൊട്ടൻഷ്യൽ ഓഫ് ഹൈഡ്രജനാണ്. ഈ pH സ്കെയിൽ കണ്ടുപിടിച്ച ആളാണ് സോറൻ സോറൻസൺ. ഈ pH സ്കെയിലിൽ 0 മുതൽ 14 വരെയാണ് മൂല്യങ്ങളുള്ളത്. അതിൽ നമുക്ക് 7 ആണ് മൂല്യമെങ്കിൽ അത് നിർവീര്യമാണ്. ഓക്കെ, നിർവീര്യ വസ്തുവാണ്. pH മൂല്യം 7ന് മുകളിലാണ് വരുന്നതെങ്കിൽ 8, 9, 10 അങ്ങനെ മുകളിലാണ് വരുന്നതെങ്കിൽ ആൽക്കലി ആയിരിക്കും. ആൽക്കലി അഥവാ ബേസ് ആയിരിക്കും. pH മൂല്യം 7ൽ താഴെയാണെങ്കിൽ അത് ആസിഡ് ആയിരിക്കും. ഓക്കെ, അപ്പോൾ നമ്മൾ ശുദ്ധവെള്ളം പറയുകയാണെന്നുണ്ടെങ്കിൽ അത് നിർവീര്യമല്ല, ആസിഡുമല്ല ബേസുമല്ല. അപ്പോൾ അതിൻ്റെ pH മൂല്യം 7 ആയിരിക്കും. അതേസമയം ആസിഡുകളൊക്കെ എടുത്ത് നോക്കുകയാണെങ്കിൽ അതിൻ്റെ pH മൂല്യം എപ്പോഴും 7നേക്കാൾ കുറവായിരിക്കും. ഇപ്പോൾ നമ്മളൊരു വെള്ളം എടുത്ത് അളക്കുമ്പോൾ അതിൻ്റെ pH മൂല്യം 7ൽ കൂടുതലാണെങ്കിൽ അത് നമുക്ക് ബേസ് അല്ലെങ്കിൽ ആൽക്കലി ആണെന്ന് പറയാൻ സാധിക്കും. ഇനി നമ്മൾ കുറച്ച് സൂചകങ്ങൾ കൊടുത്തിട്ടുണ്ട്. അതായത് ഈ ആസിഡിൻ്റെയും ബേസിൻ്റെയും സാന്നിധ്യം തിരിച്ചറിയാൻ ഉപയോഗിക്കുന്ന കുറച്ച് ഇൻഡിക്കേറ്റേഴ്സ് അല്ലെങ്കിൽ പദാർത്ഥങ്ങൾ, അതിനെയാണ് നമ്മൾ സൂചകം എന്ന് പറയുക. അപ്പോൾ ഇവിടെ നീല ലിറ്റ്മസ് പേപ്പർ ഒരു സൂചകമാണ്. ഈ നീല ലിറ്റ്മസ് പേപ്പറിൻ്റെ പ്രത്യേകത, ആസിഡിലാണ് അത് മുക്കുന്നതെങ്കിൽ ആ നീല ലിറ്റ്മസ് പേപ്പർ ചുവപ്പായിട്ട് മാറും. ആൽക്കലിയിലാണ് മുക്കുന്നതെങ്കിൽ അതേ കളർ, നീല കളർ തന്നെയായിരിക്കും. അപ്പോൾ നീല ലിറ്റ്മസ് പേപ്പറിൻ്റെ ആസിഡിലെ നിറം ചുവപ്പും ആൽക്കലിയിലെ നിറം നീലയുമായിരിക്കും. ഇനി ചുവന്ന ലിറ്റ്മസ് പേപ്പറാണ് നമ്മൾ ഉപയോഗിക്കുന്നതെങ്കിൽ ചുവന്ന ലിറ്റ്മസ് പേപ്പറിൻ്റെ ആസിഡിലെ നിറം ചുവപ്പും ചുവന്ന ലിറ്റ്മസ് പേപ്പറിൻ്റെ ആൽക്കലിയിലെ നിറം നീലയുമായിരിക്കും. ഇനി നമ്മൾ ചെമ്പരത്തി പേപ്പർ, അതായത് ഇപ്പോൾ നമ്മളൊരു പേപ്പർ എടുത്തിട്ട് അതിൽ ചെമ്പരത്തിപ്പൂവ് ഉരയ്ക്കാം. ചെമ്പരത്തിപ്പൂവ് റെഡാണെങ്കിലും അത് ഉരയ്ക്കുമ്പോൾ പേപ്പർ ഒരു വയലറ്റ് കളറായിട്ടാണ് മാറുക. ഓക്കെ, ഒരു നീല പോലെ, ഒരു നീല വയലറ്റ് കളറാണ് ഉണ്ടാവുക. അപ്പോൾ ആ പേപ്പർ നമ്മൾ ആസിഡിലാണ് മുക്കുന്നതെങ്കിൽ അതിൽ ചുവപ്പ് നിറമായിട്ടത് മാറും. ആൽക്കലിയിലാണെങ്കിൽ അത് നീല കളറിൽ തന്നെ നിലനിൽക്കും. ഇനി അടുത്തത് മഞ്ഞൾ ഒരു നല്ല ഒരു ഇൻഡിക്കേറ്ററാണ്. നമുക്കറിയാം, നമ്മുടെ ഡ്രസ്സിലൊക്കെ മഞ്ഞൾ പറ്റിക്കഴിഞ്ഞാൽ നമ്മൾ അലക്കുന്ന സമയത്ത് സോപ്പ് തേക്കുമ്പോൾ, സോപ്പ് ഒരു ആൽക്കലിയാണ് അല്ലേ, അത് തേക്കുമ്പോൾ അത് റെഡ് കളറായിട്ട് മാറുന്നത് നമുക്ക് കാണാൻ പറ്റും. അപ്പം മഞ്ഞൾ ആസിഡിലാണെങ്കിൽ മഞ്ഞ കളർ തന്നെയാണ്, പക്ഷേ ആൽക്കലിയിലാണുമ്പോൾ നമ്മൾ സോപ്പ് ചേർത്തപ്പോൾ അത് ചുവപ്പായില്ലേ. അപ്പോൾ ആൽക്കലിയിൽ മഞ്ഞളിൻ്റെ നിറം ചുവപ്പാണ് കാണിക്കാം. ഇനി അടുത്തത് ഫിനോഫ്തലീനാണ്. ഫിനോഫ്തലീന് ആസിഡിൽ നിറമില്ല. അതേസമയം ആൽക്കലിയിൽ ഫിനോഫ്തലീൻ ചേർക്കുകയാണെങ്കിൽ അത് പിങ്ക് കളറായിട്ട് മാറും. ഇനി മീഥൈൽ ഓറഞ്ച്, അതിന് ആസിഡിൽ ഇളം പിങ്ക് നിറമാണ്. അതേസമയം ആൽക്കലിയിലാണെങ്കിൽ ഇളം മഞ്ഞ കളറാണ് മീഥൈൽ ഓറഞ്ചിൻ്റെ കളറ്. ഇനി നമ്മൾ ലവണങ്ങളെക്കുറിച്ചിട്ടാണ് പറയുന്നത്. നമുക്കറിയാം, ആസിഡും ആൽക്കലിയും തമ്മിൽ പ്രവർത്തിച്ചിട്ടാണ് ലവണം അതുപോലെ കൂടെ ജലവും ഉണ്ടാകുന്നത് അല്ലേ. അപ്പോൾ ഇതിനെയാണ് നമ്മൾ ന്യൂട്രലൈസേഷൻ റിയാക്ഷൻ എന്ന് പറയുക. അവിടെ ആസിഡും ആൽക്കലിയും പ്രവർത്തിച്ച് ഒരു ലവണവും ജലവും ഉണ്ടാവും. ഈ ഉണ്ടാവുന്ന ലവണം ആസിഡുമല്ല ബേസുമല്ല. അപ്പോൾ അവിടെ ഒരു ന്യൂട്രലൈസേഷനാണ് നടന്നത്. അതുകൊണ്ട് നമ്മളതിനെ ന്യൂട്രലൈസേഷൻ റിയാക്ഷൻ അഥവാ നിർവീരീകരണം എന്നാണ് പറയുക. ഇനി നമുക്കറിയാവുന്ന കുറച്ച് ലവണങ്ങളാണ്. അതിൻ്റെ പേരുകളും അതിൻ്റെ രാസസൂത്രങ്ങളും നാമങ്ങളുമാണ് നമ്മൾ പറയാൻ പോകുന്നത്. കറിയുപ്പിൻ്റെ രാസസൂത്രം NaCl ആണ്. അതെന്താ അറിയപ്പെടുക? സോഡിയം ക്ലോറൈഡ് അല്ലേ. ഇന്ദുപ്പ് KCl, അറിയപ്പെടുന്നത് പൊട്ടാസ്യം ക്ലോറൈഡ്. തുരിശ് കോപ്പർ സൾഫേറ്റ് ആണ്. CuSO4 5H2O ആണ് രാസസൂത്രം. അടുത്തത് അപ്പക്കാരം NaHCO3 ആണ്. സോഡിയം ബൈകാർബണേറ്റ് ആണ് കേട്ടോ, NaHCO3. അടുത്തത് അലക്കുകാരം Na2CO3 10H2O ആണ്. അത് സോഡിയം കാർബണേറ്റ് ആണ് അലക്കുകാരം. അപ്പക്കാരം സോഡിയം ബൈകാർബണേറ്റ് ആണ് കേട്ടോ. ഇനി ജിപ്സം കാൽസ്യം സൾഫേറ്റ് ആണ്. CaSO4 2H2O ആണ് ജിപ്സത്തിൻ്റെ രാസസൂത്രം. ഇനി ഇതിൽ നമുക്കറിയാം, കറിയുപ്പ് നമ്മൾ സാധാരണ ഉപ്പ് ടേസ്റ്റിന് വേണ്ടി ഉപയോഗിക്കുന്നതാണ്. ഇന്ദുപ്പ് അല്ലെങ്കിൽ പൊട്ടാസ്യം ക്ലോറൈഡ് നമ്മൾ വളം നിർമ്മാണത്തിന് ഉപയോഗിക്കുന്നതാണ്.
തുരിശ് നമ്മൾ കുമിൾനാശിനിയായിട്ട് ഉപയോഗിക്കുന്നു. അപ്പക്കാരം ബേക്കിംഗ് പൗഡർ അതുപോലെ അഗ്നിശമനികളിലും ഒക്കെ ഉപയോഗിക്കുന്നത് അപ്പക്കാരമാണ്. അപ്പക്കാരം ബേക്കിംഗ് പൗഡറാണ് കേട്ടോ. ഇനി അടുത്തത് അലക്കുകാരം ഗ്ലാസ് നിർമ്മാണത്തിനും സോപ്പ് നിർമ്മാണത്തിനും നമ്മൾ ഉപയോഗിക്കാറുണ്ട്. അതുപോലെ ജിപ്സം നമ്മൾ സിമൻറ്റ് നിർമ്മാണത്തിനും അതുപോലെ പ്ലാസ്റ്റർ ഓഫ് പാരീസിൻ്റെ നിർമ്മാണത്തിനും ഉപയോഗിക്കും. ഇനി നമ്മൾ കുറച്ച് രാസവളമായി ഉപയോഗിക്കുന്ന ലവണങ്ങളുടെ പേരുകളാണ് പറയുന്നത്. ഉദാഹരണങ്ങൾ അമോണിയം സൾഫേറ്റ്, പൊട്ടാസ്യം ക്ലോറൈഡ്, സോഡിയം നൈട്രേറ്റ്. അമോണിയം സൾഫേറ്റ്, പൊട്ടാസ്യം ക്ലോറൈഡ്, സോഡിയം നൈട്രേറ്റ്. ഓക്കെ, അപ്പോൾ ഇത്രയാണ് നമ്മുടെ ഇന്നത്തെ ടോപ്പിക്സ്. ഇതോടുകൂടി നമ്മൾ ഇന്നത്തെ ടോപ്പിക്സ് അവസാനിപ്പിക്കുകയാണ്. അപ്പോൾ ഇതുവരെയുള്ള ടോപ്പിക്സൊക്കെ നിങ്ങൾ പഠിച്ചു എന്ന് വിശ്വസിക്കുന്നു. നാളെ മറ്റൊരു ടോപ്പിക്കുമായിട്ട് നമ്മൾ വരും. താങ്ക് യു.